കാളിദാസ് ജയറാം വളരെ വ്യത്യസ്തമായ വേഷത്തിൽ അഭിനയിച്ച് 2023 ഡിസംബറിൽ റിലീസായ ഒരു ത്രില്ലർ ചിത്രമാണ് രജനി. സൈജു കുറുപ്പ്, നമിത പ്രമോദ്, പ്രിയങ്ക സായ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെടുന്നു. കൊന്നത് പ്രേതമാണോ അതോ മനുഷ്യനാണോ എന്ന് കൺഫ്യൂസ് ആകുന്ന പോലീസും മറ്റുള്ളവരും. കൊലപാതകം അന്വേഷിച്ചു പോകുന്ന നായകനും പോലീസും കണ്ടെത്തുന്നതോ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളും. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ദമ്പതികളായ അഭിജിത്തും ഭാര്യ ഗൗരിയും രാത്രിയിൽ കാറിൽ യാത്ര ചെയ്യുന്നു. അവരുടെ ഫ്രണ്ട് അലക്സിന്റെ വീട്ടിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് അവര്. ഗൗരി നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഗൗരിയുടെ അനിയൻ നവീൻ അഭിജിത്തിനെ വീഡിയോ കോൾ ചെയ്യുന്നു. നവീന്റെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു പക്ക അറേഞ്ച് മാരേജ് ആണ്. എന്നാൽ അവനിപ്പോ ഇത് നടത്തണോ എന്ന കൺഫ്യൂഷനിലാണ്. അതിനൊരു കാരണവുമുണ്ട്. ഗൗരിയും അഭിജിത്തും പ്രണയിച്ച് വിവാഹിതരായവരാണ്. അവര് വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നതും. അതുപോലെ തനിക്കും പ്രണയവിവാഹം ചെയ്യണമെന്നായിരുന്നു നവീന്റെ ആഗ്രഹം. അഭിജിത്തും നവീനും വളരെ കൂട്ടാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. കല്യാണം കഴിഞ്ഞാണ് ശരിക്കുള്ള പ്രണയം തുടങ്ങുന്നത് എന്നൊക്കെ അഭിജിത്ത് അവനോട് പറയുമ്പോഴേക്കും വണ്ടിയിലെ പെട്രോൾ തീർന്ന് വണ്ടി പെട്ടെന്ന് നിന്നു പോകുന്നു. അവിടെയാണെങ്കിൽ തീരെ റേഞ്ചുമില്ലാത്ത സ്ഥലമായിരുന്നു. ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞ് അഭിജിത്ത് കോൾ കട്ട് ചെയ്തതിന് ശേഷം ഗൗരിയെ വിളിച്ചുണർത്തുന്നു. പെട്രോൾ തീർന്ന കാര്യം പറയുമ്പോൾ അതെങ്ങനെ ശരിയാകുന്നത്? നമ്മൾ ഇന്നലെയല്ലേ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചതെന്ന് ഗൗരി ചോദിക്കും. ശേഷം അഭിജിത്ത് ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. തിരികെ അലക്സിന്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് അവർ വിചാരിക്കുമ്പോൾ ഗൗരി പറയും, ഇത്രയും ദൂരം വന്നില്ലേ, അലക്സിനെ ഇത്രയും ദൂരം തിരികെ വിളിക്കുന്നതിലും ഭേദം നമ്മൾ അങ്ങോട്ട് തിരികെ പോകുന്നതാണെന്ന്. എന്താ വഴിയെന്നാലോചിച്ച് അഭി അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടുപേര് അതുവഴി വരും. അവര് തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന ഒരു ക്യാനും എടുത്ത് ഗൗരിയോട് ഗ്ലാസ് ഇട്ട് ഡോറ് ലോക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ട് അഭി പെട്രോൾ വാങ്ങാനായി പോകുന്നു. അല്പം കഴിയുമ്പോഴേക്കും ഗൗരി കാറിലിരുന്ന് ഉറങ്ങിപ്പോകും. പെട്ടെന്ന് വണ്ടിയുടെ പുറത്ത് എന്തോ വന്ന് വീഴുന്നതിൻ്റെയും വല്ലാത്ത അലർച്ചയും കരച്ചിലുമൊക്കെ കേട്ട് ഗൗരി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരും. ഗൗരി ആകെ ഇത് കേട്ട് ഭയന്ന് കരയാൻ തുടങ്ങുന്നു. പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ട് ഗൗരി വല്ലാതെ പാനിക്കായിരിക്കും. അടുത്ത സീനിൽ തലയ്ക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗൗരിയെയാണ് കാണിക്കുന്നത്. അവളുടെ അച്ഛനും നവീനും ഫ്രണ്ട്സും ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടേക്ക് ഇൻസ്പെക്ടറായ പോൾ സെൽവരാജ് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന അലക്സിനോട് പോൾ കാര്യങ്ങൾ പറയുന്നു. അഭി അപ്പോഴേക്കും മരിച്ചിരുന്നു. 2-3 കോളേജ് സ്റ്റുഡൻസ് ആണ് ഗൗരിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും അദ്ദേഹം അലക്സിനോട് പറയും. ഈ സംഭവം നടക്കുന്നത് ചെന്നൈയിലാണ്. അഭിയെക്കുറിച്ചും ഗൗരിയെക്കുറിച്ചും പോള് അലക്സിനോട് ചോദിക്കുമ്പോൾ അവർ നല്ല ഹാപ്പി ലൈഫായിരുന്നു നയിച്ചിരുന്നത്. പക്ഷേ അടുത്തിടെയായി ആരോ അഭിജിത്തിനെ ഫോളോ ചെയ്യുന്നതായി തോന്നുന്നുവെന്ന് അവൻ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് അലക്സ് പോളിനോട് പറയുന്നു. എന്നാൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ശത്രുക്കളും ഉണ്ടായിരുന്നില്ല. നവീൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് ശില്പ. ഗൗരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കോളേജ് സ്റ്റുഡൻസ് അവിടെ എന്താ നടന്നത് എന്ന പോളിനോട് പറയുന്നുണ്ട്. കാറിന് മുകളിലിരുന്ന് പ്രേതത്തെ പോലെ തോന്നിക്കുന്ന ഒരു പെണ്ണ് അഭിജിത്തിനെ കുത്തി എന്നാണ് അവർ പറയുന്നത്. അതുവഴി പോവുകയായിരുന്ന അവർ വേഗം ബൈക്ക് നിർത്തി കാറിലിരുന്ന ഗൗരിയോട് ഇറങ്ങി വരാനായി പറയുന്നു. ഗൗരി വേഗം കാറിൽ നിന്നിറങ്ങി ബൈക്കിൽ കയറി ബൈക്ക് മൂവ് ആകുമ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കും. പെട്ടെന്നാണ് ഇടിവെട്ടുന്ന വെളിച്ചത്തിൽ കാറിന് മുകളിൽ കിടക്കുന്നത് അഭിയാണെന്ന് ഗൗരി തിരിച്ചറിയുന്നത്. അതോടെ ബൈക്കിൽ നിന്ന് ബോധം കെട്ട് താഴെ വീണാണ് ഗൗരിക്ക് തലയ്ക്ക് പരിക്കേറ്റത്. കാറിന് മുകളിൽ നിൽക്കുന്ന സ്ത്രീയെ ഗൗരിയും കാണുന്നുണ്ട്. വെളിച്ചമില്ലാതിരുന്നതുകൊണ്ടും നല്ല മഴയായിരുന്നതുകൊണ്ടും അവർക്കാർക്കും ആ ലേഡിയുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. തന്നെയുമല്ല അത് മനുഷ്യനാണോ പ്രേതമാണോ എന്ന് പോലും തിരിച്ചറിയാനും കഴിയുന്നില്ല. മോർച്ചറിയിൽ കിടക്കുന്ന അഭിയെ കണ്ട് നവീനാകെ തളർന്നു പോകുന്നു. ബോധം വീഴുമ്പോഴേക്കും ഗൗരിയുടെ അടുത്തേക്ക് നവീൻ വരുമ്പോൾ അവളും പൊട്ടിക്കരയുന്നു. അവരും മൂന്നും വളരെ നല്ല കൂട്ടായിരുന്നു. അവരൊരുമിച്ചുണ്ടായിരുന്ന സന്തോഷം നിറഞ്ഞ ദിവസങ്ങളൊക്കെ ഗൗരിയും നവീനും ഓർക്കുന്നു. ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ഇത്രയും സൈസുള്ള ഒരാളെ കാറിന് മുകളിലിട്ട് ഇത്ര ക്രൂരമായി കൊല ചെയ്യണമെങ്കിൽ കൊലയാളിക്ക് അത്ര ഇമ്മൻസ് പവർ ഉണ്ടായിരിക്കണമെന്നൊക്കെ അദ്ദേഹം ഇൻസ്പെക്ടറോട് പറയുന്നു. അവിടെയുള്ള ഒരു ലോക്കൽ പോലീസ് അഭിജിത്തിനെ കുറിച്ചും ഗൗരിയെക്കുറിച്ചും അന്വേഷിച്ചിട്ട് വന്ന വളരെ നല്ല കപ്പിൾസ് എന്നാണ് ഇൻസ്പെക്ടറോട് പറയുന്നത്. എന്നാൽ കൊല ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കിയാൽ പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ ഇൻസ്പെക്ടർ തീരുമാനിക്കും. നവീനോടും അലക്സിനോടും പോള് സംസാരിക്കുന്നു. ഫ്യൂൽ ടാങ്കിൽ എന്തോ ഡാമേജ് ഉണ്ടാക്കിയതുകൊണ്ടാണ് വണ്ടി അവിടെ നിന്നുപോയത്. കോളേജ് സ്റ്റുഡൻസ് പറഞ്ഞതനുസരിച്ച് ഒരു പെണ്ണാണ് കൊല ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അഭിജിത്തിന് ഏതെങ്കിലും സ്ത്രീകളുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കും. ഒരിക്കലും അത്തരത്തിലൊരു ബന്ധത്തിന് പോകുന്ന ആളല്ല നവീൻ എന്നാണ് അലക്സ് പറയുന്നത്. നവീനും അതേ അഭിപ്രായം തന്നെയായിരുന്നു.
സ്റ്റേഷനിൽ നിന്നിറങ്ങി റോഡരികിലെ ഒരു കടയിലിരുന്ന നവീനും അലക്സും ചായ കുടിക്കുന്നതിനിടയിൽ അവിടെ ഒരു സ്ത്രീ നിന്ന് അവരെ നോക്കുന്നതായി നവീൻ കാണും. എന്നാൽ അവനത് വേഗം അലക്സിനോട് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും അവളെ അവിടെ കാണുന്നില്ല. അതോടെ നവീന്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ സംശയങ്ങൾ കടന്നു വരാൻ തുടങ്ങുന്നു. എന്തായാലും അതേക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തന്നെ അവൻ തീരുമാനിക്കും. ശേഷം അഭി ലാസ്റ്റ് ATM കാർഡ് സ്വൈപ്പ് ചെയ്തത് എവിടെയാണെന്ന് നവീൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന തന്റെ ഫ്രണ്ടിനോട് വിളിച്ച് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറയുന്നു. ശേഷം അവൻ ബൈക്ക് എടുത്ത് റോഡിലൂടെ അങ്ങനെ പോകും. നേരത്തെ കണ്ട ലേഡിയെ അവിടെയെങ്ങാനും ഉണ്ടോ എന്ന് നോക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. എന്നാലെങ്ങും അവളെ കണ്ടെത്താൻ നവീന് കഴിയുന്നില്ല. അപ്പോഴേക്കും ഫ്രണ്ട് വിളിച്ച് കാർഡ് സ്വൈപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്നാണെന്ന് പറയുന്നു. നവീൻ വേഗം അവിടെ വന്ന് CCTV ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഒക്കെ നവീന് കിട്ടുന്നു. പെട്രോൾ വാങ്ങാൻ അഭി വന്ന ഓട്ടോ വിഷ്വൽസിൽ വളരെ വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതും വളരെ വ്യക്തമായി നവീൻ കാണുന്നു. അതോടെ അഭിക്ക് ഇനി വല്ല റിലേഷൻഷിപ്പും ഉണ്ടോ എന്ന് നവീനും സംശയമാകും. നവീൻ ആ വിഷ്വൽസ് നേരെ ഇൻസ്പെക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് ഓട്ടോ നമ്പർ ചെക്ക് ചെയ്യാൻ പറയുന്നു. സെൽവകുമാർ എന്നൊരാളുടെ ഓട്ടോയായിരുന്നു അത്. പോലീസിന്റെ വഴിക്കും നവീൻ അവന്റെ വഴിക്കും ഓട്ടോ തപ്പി ഇറങ്ങുന്നു. അങ്ങനെ ഒടുവിൽ സെൽവകുമാറിനെ പോലീസ് കണ്ടെത്തും. ഗൗരിക്കൊരു സപ്പോർട്ട് നൽകാമെന്ന് കരുതി ശില്പയും ഈ സമയം ചെന്നൈയിലേക്ക് എത്തുന്നു. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും കാരണം ആ പിശാച് ഒറ്റയൊരുത്തിയാണെന്ന് സെൽവൻ പോലീസിനോട് പറയും. അതോടെ ആ ലേഡിയെക്കുറിച്ച് സെൽവൻ അറിയാമെന്ന് പോലീസിനും നവീനും മനസ്സിലാകുന്നു. ശേഷം നവീന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ആ ലേഡിയെക്കുറിച്ച് അയാൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ സെൽവൻ പറയുന്നു. 1 വർഷമായിട്ട് അയാൾക്ക് അവളെ അറിയാമായിരുന്നു. അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ന്യൂ ഇയറിനാണ് സെൽവൻ ആദ്യമായി അവളെ കാണുന്നത്. ഓരോ ദിവസവും അവൾക്ക് ഓരോ പേരായിരിക്കും. എല്ലാം രജനീകാന്ത് സിനിമയിലെ നായികമാരുടെ പേരാണ്. ഏതായാലും കാണാൻ സുന്ദരിയായിരുന്നതുകൊണ്ട് തന്നെ സെൽവൻ അവളോട് കൂട്ടുകൂടുന്നു. വല്ലതും നടന്നാലോ എന്ന് കരുതി അവളെയും കൂട്ടി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്കെത്തി ഓട്ടോ നിന്നുപോയതായി അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ട് അവൻ വണ്ടിക്കുള്ളിലേക്ക് നോക്കുമ്പോൾ അവളെ വണ്ടിയിൽ കാണുന്നില്ല. ഓട്ടോ എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും അവൾ വണ്ടിയിലിരിക്കുന്നു. അതോടെ അവളിനി പ്രേതമാണോ മനുഷ്യനാണോ എന്നൊക്കെ കൺഫ്യൂഷൻ തോന്നി അവനാകെ പേടിച്ചു പോകുന്നു. പിന്നെ സെൽവൻ അവളോട് വലിയ കൂട്ടിനൊന്നും പോകുന്നില്ല. എങ്കിലും വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ അവൾ കൈനിറയെ പണം തന്നിരുന്നുവെന്നും എപ്പോൾ വിളിച്ചാലും വരണമെന്ന് പറഞ്ഞുവെന്നും സെൽവകുമാർ പോലീസിനോട് പറയും. ഒരിക്കൽ തനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം വന്നപ്പോൾ സെൽവകുമാർ അവളോട് പണം ചോദിച്ചിരുന്നു. അപ്പോൾ ലക്ഷ്മി ബാറിൽ പോയി സത്യ എന്നൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞുവെന്നും അയാൾ പറയുന്നു. കൊലപാതകം നടന്ന ദിവസം എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ക്ലിയറായി പറയാൻ ഇൻസ്പെക്ടർ സെൽവനോട് പറയുന്നു. അപ്പോൾ സെൽവകുമാർ അന്നത്തെ ആ ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. അപ്പാർട്ട്മെന്റിൽ നിന്ന് അഭിയും ഗൗരിയും ഇറങ്ങിയതു മുതൽ സെൽവകുമാറിന്റെ ഓട്ടോയിൽ ആ ലേഡി അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് അലക്സിന്റെ വീട്ടിലെത്തിയപ്പോഴും വീടിന് വിളയിൽ അവള് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം പെട്രോൾ വാങ്ങാൻ ക്യാനുമായി ഇറങ്ങിയ അഭിയുടെ അടുത്തേക്ക് ആ ലേഡിയുടെ നിർദ്ദേശപ്രകാരം സെൽവൻ ഓട്ടോയുമായി ചെല്ലും. അഭിജിത്ത് ഓട്ടോയിൽ കയറി പെട്രോൾ പമ്പിൽ പോയി പെട്രോളും വാങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് ഓട്ടോ മുന്നോട്ട് പോകുമ്പോൾ വളരെ ദേഷ്യത്തോടെ ആ ലേഡി അഭിജിത്തിന്റെ പേര് പറഞ്ഞ് അവനെ ഉപദ്രവിക്കാനായി കഴുത്തിന് കുത്തിപ്പിടിക്കും. അഭിജിത്ത് ഒരുവിധം ഓട്ടോയിൽ നിന്ന് വെളിയിലേക്ക് ചാടി ഇറങ്ങിയപ്പോൾ ആ ലേഡിയും ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. അവളുടെ കയ്യിൽ കത്തിയിരിക്കുന്നത് കണ്ട് സെൽവകുമാർ വേഗം അവിടെ നിന്ന് ഓട്ടോയുമായി രക്ഷപ്പെടുന്നു. ശേഷം അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തുവെന്നും പിന്നീട് തമ്മിൽ കണ്ടിട്ടില്ലേ എന്നും സെൽവൻ പോലീസിനോട് പറയുന്നു. ഇതെല്ലാം നവീനും കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് വരും. അച്ഛൻ ഇനി നമുക്ക് ഗൗരിയെ ഇവിടെ നിർത്തണ്ട, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ശില്പയുടെ അച്ഛൻ വിളിച്ചിരുന്നു. അഭിക്ക് ആക്സിഡന്റ് ആയതാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നീയും അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് അച്ഛൻ നവീനോട് പറയുന്നു. അയാൾക്ക് ഇതിന്റെ പേരിലെങ്ങാനും ഇനി നവീന്റെ കല്യാണം മുടങ്ങുമോ എന്ന ടെൻഷനാണ്. എന്നാൽ കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ലാതിരുന്ന നവീൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നു. ഇതേസമയം സെൽവകുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് ആ സ്ത്രീയുടെ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതേസമയം നവീൻ ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകി പുറത്തിറങ്ങുമ്പോൾ ഗൗരിയുടെ റൂമിന്റെ വാതിൽ ഒരു സ്ത്രീയുടെ രൂപം കാണുന്നു. അവൻ പുറകെ വന്ന് നോക്കുമ്പോഴേക്കും ആ ലേഡി ഓടി വന്ന് ലിഫ്റ്റിൽ കയറി പോകുന്നു. വരച്ചു കിട്ടിയ രൂപരേഖയുമായി സെൽവകുമാറിനെയും കൂട്ടി ആ ലേഡിയെ സാധാരണയായി പിക്കപ്പ് ചെയ്യാറുള്ള ഒരു സ്ഥലത്തേക്ക് പോലീസ് വരും. ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രോത്തലായിരുന്നു. അവിടേക്ക് വരുമ്പോൾ ആ സ്ഥലത്ത് കുറെ സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും ആ രൂപരേഖയിലുള്ള പെണ്ണിനെ അറിയില്ലെന്നും അവർ പറയും. ഏതോ ഒരു സ്ത്രീയുമായി കണക്ട് ചെയ്ത് അഭിയുടെ പേര് വരുന്നത് കൊണ്ട് തന്നെ ഗൗരി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാകുന്നു. എങ്ങനെയെങ്കിലും ഗൗരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് അച്ഛൻ നവീനോട് പറയുമ്പോൾ ഇതിന്റെ ഒന്നും സത്യാവസ്ഥ അറിയാതെ ഗൗരി ഇവിടെ നിന്ന് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് നവീൻ പറയും. സെൽവകുമാർ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മി ബാറിൽ ചെന്ന് ഇൻസ്പെക്ടർ സത്യയെ കണ്ടുപിടിക്കുന്നു. കാലിനൽപ്പം മുടന്തുള്ള ഒരാളായിരുന്നു സത്യ. അവനെ പോലീസ് കസ്റ്റഡിയിലെടുക്കും. മേലുദ്യോഗസ്ഥന്റെ പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ ഗൗരിയെ ചോദ്യം ചെയ്യാൻ ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു.
ശേഷം അദ്ദേഹം നവീനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കും. കൊലപാതകിയെന്ന് സംശയിക്കുന്ന ലേഡിയുടെ പിമ്പായിരുന്നു സത്യ. എന്നാൽ 6 മാസമായി സത്യ അവരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അവൾ ഉപയോഗിച്ചിരുന്ന ഒരു സിം കാർഡ്, അതിലെ കോൾ റെക്കോർഡിംഗ്സ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ കൂടുതൽ കോളുകളും വന്നിരിക്കുന്നത് അഭിജിത്തിന്റെ നമ്പറിലേക്കും പിന്നെ സെൽവം എന്നൊരാളുടെ നമ്പറിലേക്കുമാണ്. സത്യ പറഞ്ഞത് അവൾ തന്റെ ജോലി നിർത്തി ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അത് അഭിജിത്ത് ആയിരിക്കാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. എന്നാൽ അത് കേൾക്കുന്ന നവീന് ദേഷ്യം വരുന്നു. ശേഷം താൽക്കാലികമായി സത്യയെ പോലീസ് വിട്ടയക്കും. ഏതായാലും ഇൻസ്പെക്ടർ വന്ന് ഗൗരിയോട് സംസാരിക്കുന്നു. ഓട്ടോയിൽ അഭിയും അവളും യാത്ര ചെയ്തതും ഓട്ടോയിൽ വെച്ച് അഭിയുടെ പേര് അവൾ വിളിച്ചതും കോൾ ലിസ്റ്റും പിന്നെ സെൽവൻ അഭി ജോലി ചെയ്തിരുന്നിടത്ത് പലതവണ അവളെ കൊണ്ടുവിട്ടതുമൊക്കെ ഇൻസ്പെക്ടർ പറയുമ്പോൾ ഗൗരിക്കത് വിശ്വസിക്കാനാകുമായിരുന്നില്ല. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകുന്നു. എങ്കിലും ഗൗരി ആകെ കൺഫ്യൂസ് ആകുന്നു. എങ്ങനെയെങ്കിലും ഇതിനൊരു ക്ലാരിറ്റി വേണം, അതുകൊണ്ട് നാളെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകാമെന്ന് ഗൗരി പറയും. പെട്ടെന്ന് നവീന്റെ മൊബൈലിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് അവർ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആരോ സെൻഡ് ചെയ്യും. അവൻ വേഗം പുറത്തേക്ക് വന്ന് അവിടെയെല്ലാം നോക്കുമെങ്കിലും അവിടെങ്ങും ആരുമില്ലായിരുന്നു. ആ നമ്പറിൽ വിളിച്ചു നോക്കുന്നെങ്കിലും കിട്ടുന്നുമില്ല. പിറ്റേന്ന് ഗൗരിയും ശില്പയും ഒരു ഷോപ്പിംഗ് മാളിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സത്യ അവരെ ഫോളോ ചെയ്യുന്നത് നവീൻ കാണുന്നു. പുറത്തിറങ്ങുന്ന സത്യ ഒരു പയ്യനൊപ്പം ബൈക്കിൽ കയറി പോകുമ്പോൾ മറ്റൊരു ബൈക്കിൽ നവീനും സത്യയെ ഫോളോ ചെയ്തു പോകും. ബാറിൽ കയറി വെള്ളമടിച്ച ശേഷം സത്യ രാത്രിയാകുമ്പോഴേക്കും ആളൊഴിഞ്ഞ നിരത്തിലൂടെ നടന്നു പോകുന്നു. പുറകെ നവീനും. എന്നാൽ കുറച്ചു ദൂരം മുടന്തി നടന്ന ശേഷം അവൻ നേരെ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടന്നു ചെന്ന് അവൻ ആളൊഴിഞ്ഞ ഒരു മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ നവീൻ വേഗം ഇൻസ്പെക്ടറെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോഴേക്കും ചുവന്ന സാരി ഉടുത്ത ഒരു പെണ്ണ് അവിടേക്ക് വരുന്നു. സത്യയുടെ റൂമിലേക്ക് അവൾ കയറിപ്പോയതായി നവീൻ ഇൻസ്പെക്ടറോട് പറയും. ഇവള് തന്നെയായിരിക്കും കൊലപാതകിയെന്നും നവീൻ പറയുന്നു. അല്പം കഴിഞ്ഞ് ചുവന്ന സാരി ഉടുത്ത് ആ റൂമിൽ നിന്നും ഒരു ലേഡി ഇറങ്ങി വരുന്നത് കണ്ട് നവീൻ അവളെ ഫോളോ ചെയ്തു പോകും. ആളൊഴിഞ്ഞ ഒരു നിരത്തിലൂടെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് അവൾ പോകുന്നത്. എങ്ങും ഇരുട്ട് മാത്രം. പെട്ടെന്ന് അവൾ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അരണ്ട വെളിച്ചത്തിൽ നവീൻ അവളുടെ മുഖം കാണും. അവളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടികൾ നവീനെ ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നതോടെ നവീൻ അവിടെ നിന്നും ഓടുന്നു. ഒരുവിധം പട്ടികളെ ലോക്കാക്കി അവൻ രക്ഷപ്പെടും. എങ്കിലും അവനെ പിന്തുടർന്നു വരുന്ന ആ സ്ത്രീ നവീന്റെ തലക്കടിച്ച് അവനെ ഇടുന്നു. ഇതേ സമയം ശില്പയും ഗൗരിയും ഫ്ളാറ്റിൽ നവീനെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫ്ളാറ്റിലെ കറണ്ടും പോകും. ശില്പ മൊബൈൽ ടോർച്ച് കത്തിക്കുമ്പോഴേക്കും ചുവന്നൊരു സാരി ഉടുത്ത് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ട് ഗൗരി ഭയന്നു പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന നവീൻ ആരോ അടിച്ചിട്ടിരിക്കുന്ന സെക്യൂരിറ്റിയാണ് കാണുന്നത്. അവൻ വേഗം ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ തലയ്ക്ക് പരിക്കേറ്റ ശില്പയെ കാണുന്നു. ഗൗരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശില്പ പുറത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കും. അവൻ വേഗം ഇറങ്ങി നോക്കുമ്പോൾ ഗൗരിയെ ആരോ താഴത്തെ ഫ്ലോറിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് അവൻ കാണുന്നു. ഓടി താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴേക്കും ഗൗരിയെ വണ്ടിയിൽ അവിടെ നിന്നും ആരോ കടത്തിക്കൊണ്ടുപോകുന്നു. നവീൻ തടയാൻ ശ്രമിക്കുന്നെങ്കിലും അവനെ തട്ടിയിട്ടിട്ട് അവരവിടെ നിന്നും കടന്നു കളയും. ശേഷം പോലീസ് അവിടേക്ക് എത്തുന്നു. സത്യയുടെ വീട്ടിൽ പോലീസ് പോയിരുന്നതായും അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ആരോ തീയിട്ട് നശിപ്പിച്ചിരുന്നതായും ഇൻസ്പെക്ടർ നവീനോട് പറയും. ശേഷം ശില്പയും ഗൗരിയും ഉണ്ടായിരുന്ന ഫ്ളാറ്റിന്റെ അടുത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ചുവന്ന സാരി ഉടുത്ത ലേഡിയുടെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുന്നു. അതിൽ നിന്ന് ചിത്രങ്ങൾ എടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ചെക്ക് പോസ്റ്റുകളിലേക്കും ഷെയർ ചെയ്യാൻ ഇൻസ്പെക്ടർ പോലീസിനോട് നിർദ്ദേശം നൽകും. അങ്ങനെ എൻക്വയറി ചെയ്യുന്നതിനിടയിൽ ഒരു പയ്യൻ ആളെ തിരിച്ചറിയും. ഇത് മല്ലികയാണെന്നും അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡിയാണെന്നും സത്യയുടെ ആളാണെന്നും ഞങ്ങളുടെ ഏരിയയിലാണ് അവൾ താമസിക്കുന്നതെന്നും പയ്യൻ പോലീസിനോട് പറയുന്നു. സെൽവത്തെ അന്വേഷിച്ച പോലീസ് ചെല്ലുമ്പോൾ ഒരാഴ്ചയായിട്ട് അയാൾ മിസ്സിംഗ് ആണെന്ന് അറിയും. ശേഷം പോലീസ് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യും. ഗൗരിയെ കൊണ്ടുപോയ വണ്ടി കണ്ടുപിടിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. പോലീസ് അങ്ങനെ ലുക്കൌട്ട് നോട്ടീസൊക്കെ ഇറക്കുന്നു. ഒരുവിധം പോലീസ് മല്ലികയുടെ നമ്പർ കണ്ടുപിടിച്ച് ഒരു ഹോട്ടലിലേക്ക് അവളെ വിളിച്ചു വരുത്തും. മല്ലിക മുറിയിലെത്തുമ്പോൾ അവളുടെ ക്ലയന്റായിട്ട് ഇൻസ്പെക്ടറാണ് ഉണ്ടായിരുന്നത്. റൂമിന് വെളിയിൽ പോലീസുകാരെ വേഷം മാറി നിൽക്കുന്നുമുണ്ട്. ഇൻസ്പെക്ടറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന മല്ലിക തന്റെ കയ്യിൽ കരുതിയിരുന്ന പേനാക്കത്തി ഉപയോഗിച്ച് ഇൻസ്പെക്ടറെ കുത്തിയ ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എങ്കിലും പുറത്തുനിന്ന പോലീസുകാര് അവളെ പിടികൂടും. ഗൗരിയെ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ നവീനാകെ ടെൻഷനാകുന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടർ വിളിച്ച് നവീനോട് വേഗം സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു. സ്റ്റേഷനിലെത്തുന്ന നവീൻ മല്ലികയെ കാണും. അപ്പോഴേക്കും ഇൻസ്പെക്ടർ മേലുദ്യോഗസ്ഥരെ വിളിച്ച് കൊലപാതകയെ പിടിച്ചതായി പറയുന്നു. എന്നാൽ മല്ലികയെ കാണുന്ന നവീൻ അപ്പോഴേക്കും വന്ന ഇൻസ്പെക്ടറിനോട് ഗൗരിയെ തട്ടിക്കൊണ്ടുപോയത് ഇവളല്ലെന്ന് പറയുന്നു.
എന്നാൽ ബ്രോത്തലിൽ ഉണ്ടായിരുന്ന പെണ്ണും തെരുവിൽ നവീൻ കണ്ട പെണ്ണും ഗൗരിയെ തട്ടിക്കൊണ്ടുപോയതും CCTVയിൽ കണ്ടതുമെല്ലാം ഇവളാണെന്ന് ഇൻസ്പെക്ടർ പറയും. ഇവളെ അല്ല ഞാൻ കണ്ടതെന്ന് നവീൻ തറപ്പിച്ച് പറയുന്നു. എന്നാൽ നീ പറയുന്നതൊന്നും കേൾക്കലല്ല എന്റെ പണി. നിന്റെ സിസ്റ്ററിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ വിളിച്ചു പറയാം. അപ്പോൾ വന്നാ മതി. ഇപ്പൊ പൊക്കോളാൻ പറഞ്ഞ നവീനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇൻസ്പെക്ടർ പറഞ്ഞുവിടുന്നു. നവീന് വീട്ടിലെത്തിയിട്ടും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അവൻ രാത്രിയാകുമ്പോൾ സത്യയുടെ വീട്ടിലെത്തി അവിടെ മുഴുവൻ അരിച്ചു പറക്കും. ആ വീടിന്റെ ഭിത്തി നിറയെ രജനീകാന്തിന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം പത്രത്തിൽ പോലീസ് കൊടുത്ത ലുക്കൌട്ട് നോട്ടീസ് കണ്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ ഇൻസ്പെക്ടറിനെ കോൾ ചെയ്യുന്നു. ഇതിൽ കാണുന്ന രണ്ടുപേരെയും എനിക്കറിയാം. അതിൽ കാണുന്ന പെണ്ണിന്റെ പേര് മല്ലിക, മറ്റേത് സത്യ. അവൻ എന്റെ പേഷ്യന്റ് ആയിരുന്നു. യഥാർത്ഥ പേര് സത്യ എന്നല്ലെന്നും രജനി എന്നാണെന്നും ഡോക്ടർ പറയും. ഇത് കേട്ട് ഇൻസ്പെക്ടർ ആകെ ഞെട്ടിപ്പോകുന്നു. 4 വർഷം മുൻപാണ് അവര് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്കായി വന്നതെന്നും ആണായിട്ടാണ് രജനി ജനിച്ചത് എങ്കിലും ഒരു പെണ്ണായി ജീവിക്കാനായിരുന്നു അവന് താല്പര്യം. പൂർണ്ണമായ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു സ്ത്രീയായി അവൻ മാറിയെന്നും ഡോക്ടർ പറയുന്നു. അപ്പോൾ ഒരു പെണ്ണായി മാറിയ സത്യയാണ് കാണിക്കുന്നത്. അതിന്റെ റെക്കോർഡ്സ് ഫുൾ ഡോക്ടർ ഇൻസ്പെക്ടർക്കും അയച്ചു കൊടുക്കും. അദ്ദേഹം അപ്പോൾ തന്നെ ആ വിവരങ്ങൾ നവീനെ വിളിച്ചും അറിയിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും സത്യയുടെ നാടെവിടെയാണ് എന്ന് നവീൻ കത്തിപ്പോയ ആ വീട്ടിൽ നിന്നും കണ്ടുപിടിച്ചിരുന്നു. അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നവീൻ സത്യയുടെ അല്ല രജനിയുടെ നാട്ടിലേക്ക് പോകുന്നു. ഒരു തിയേറ്ററിലേക്കാണ് നവീൻ വരുന്നത്. രജനി, അതായത് സത്യ, സിനിമാ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു വലിയ ആരാധികയായിരുന്നു. ആ തിയേറ്ററിൽ രജനീകാന്തിന്റെ ഏതോ ഒരു പടം റിലീസാകാൻ പോവുകയാണ്. തിയേറ്ററിൽ അതിന്റെ ഒരുക്കങ്ങൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കും തിയേറ്റർ ഉടമ അവിടേക്ക് വരുന്നു. ശേഷം രജനിയുടെ കഥ അയാൾ നവീനോട് പറയുന്നു. തിയേറ്റർ ഉടമയെ അവര് താത്ത എന്നാണ് വിളിച്ചിരുന്നത്. അച്ഛനും അമ്മയും മരിച്ച രജനിക്ക് ലോകം തന്നെ ചേട്ടൻ സത്യയായിരുന്നു. രണ്ടുപേരും രജനീകാന്തിന്റെ വലിയ ആരാധകരും. എല്ലാ രജനീകാന്ത് പടങ്ങളും രണ്ടുപേരും റിലീസിന്റെ അന്ന് തന്നെ വന്ന് കാണുമായിരുന്നു. വീട്ടിലുണ്ടായിരുന്നതിൽ കൂടുതൽ സമയം അവര് ചെലവഴിച്ചിരുന്നത് ആ തിയേറ്ററിലായിരുന്നു. അവർക്ക് ആകെ ഒരു തുണയായി ഉണ്ടായിരുന്നതും ആ താത്തയായിരുന്നു. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കവേ കൗമാരത്തിലേക്ക് കടക്കുന്നതോടെ രജനിയിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ആണായി ജനിച്ച രജനി പൊട്ടുതൊടാനും മാലയിടാനും പെൺകുട്ടികളെ പോലെ ഒരുങ്ങാനും പെരുമാറാനുമൊക്കെ തുടങ്ങുന്നു. എന്നാൽ സത്യയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ താത്ത അതവന്റെ തെറ്റല്ലെന്നും ദൈവമാണ് അവനെ അങ്ങനെ സൃഷ്ടിച്ചത്, മറ്റാരേക്കാളും അത് നീയാണ് മനസ്സിലാക്കേണ്ടത്, അവനിപ്പോൾ നിന്റെ സ്നേഹവും സംരക്ഷണവുമാണ് വേണ്ടത് എന്നൊക്കെ താത്ത പറയുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിനെയോ മറ്റുള്ളവരെയോ കണക്കിലെടുക്കാതെ സത്യ അവനെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. ശേഷം രജനി ഒരു പെണ്ണായി സത്യയ്ക്കൊപ്പം വളരുന്നു. സത്യ ഒരു മെക്കാനിക്കായിരുന്നു. ചെറിയ വരുമാനത്തിൽ വളരെ സന്തോഷത്തോടെയാണ് രണ്ടുപേരും ജീവിച്ചു പോന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി സത്യയ്ക്ക് ഒരു വണ്ടി കേടായി ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞ് ഒരു കോള് വരുന്നു. രാത്രി വീട്ടിൽ തനിയെ ഇരിക്കാൻ ഭയമായതുകൊണ്ട് രജനിയും സത്യയോടൊപ്പം വരുന്നെന്ന് അവൾ പറയും. ആ സീൻ കട്ടായി ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഗൗരിയെയാണ് പിന്നെ കാണിക്കുന്നത്. ഗൗരിയുടെ അടുത്തേക്ക് അതീവ സുന്ദരിയായി ഒരുങ്ങി രജനി വരുന്നു. ഗൗരിയോട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അവൾ ചോദിക്കും. അവിടെ സീൻ വീണ്ടും കട്ടായി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. വണ്ടി കേടായി അത് നന്നാക്കാനായി സത്യയ്ക്ക് ഒരു കോൾ വന്നിരുന്നില്ലേ, അത് അഭിയുടെയും ഗൗരിയുടെയും കാറായിരുന്നു. രജനിയും സത്യയും വണ്ടിയുടെ അടുത്തേക്ക് അത് നന്നാക്കാനായി വരും. സത്യ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാറിലിരിക്കുന്ന സുന്ദരിയായ ഗൗരിയെ രജനി കാണുന്നു. ഗൗരിയുടെ ഡ്രസ്സിങ്ങും സൗന്ദര്യവും ഒക്കെ കണ്ട് ഒരു കൗതുകം തോന്നുന്ന രജനി അവളുടെ അടുത്തേക്ക് വരുന്നു. സുന്ദരി ആയതുകൊണ്ട് തന്നെ അവളോടൊരു ഇഷ്ടം തോന്നുന്ന രജനി ഗൗരിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതൊന്നും ഗൗരിക്ക് അത്ര പിടിക്കുന്നില്ല. നിങ്ങൾ അതീവ സുന്ദരിയാണെന്നും എന്റെ കണ്ണ് തന്നെ ഏറ്റാലോ എന്ന് കരുതി രജനി ഗൗരിയെ ഇങ്ങനെ ഉഴിഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും മാറി നിൽക്കെന്ന് പറഞ്ഞ് ഗൗരി കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഡോർ തട്ടി അപ്പോഴേക്കും രജനി താഴേക്ക് വീഴും. ഗൗരി വേഗം അഭിയുടെ അടുത്തു ചെന്ന് ദേ അതെന്നെ പിടിക്കാൻ വന്നു, ആണ് പെൺവേഷം കെട്ടി വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നുവെന്ന് പറയും. സത്യ അപ്പോഴേക്കും രജനിയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ പിടിച്ചെണീപ്പിക്കുന്നു. പെൺവേഷം കെട്ടി മനുഷ്യനെ പറ്റിക്കാൻ നടക്കുകയാണെന്ന് അഭി പറയുന്നത് കേട്ട് സത്യയ്ക്ക് കലി കയറും. നിങ്ങൾ അനാവശ്യം പറയരുത്, ഇതെന്റെ തങ്കച്ചിയാണെന്ന് സത്യ പറയുമ്പോൾ തങ്കച്ചിയാണോ തമ്പിയാണോ എന്ന് നീ ആദ്യം തീരുമാനിക്കാൻ അഭിയും പറയും. അങ്ങനെ അവർ തമ്മിൽ പിടിവലിയാകുന്നു. അഭി പിടിച്ച് തള്ളുമ്പോൾ അതുവഴി വരുന്ന ഒരു ലോറിയുടെ മുന്നിലേക്കാണ് സത്യ വീഴുന്നത്. ലോറി സത്യയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അങ്ങനെ സത്യ മരിക്കുന്നു. ശേഷം കേസ് സ്റ്റേഷനിലെത്തും. ഞാനൊന്നും ചെയ്തില്ല, പെൺവേഷം കെട്ടി ഇവനാണ് എന്റെ ഭാര്യയോട് മിസ്ബിഹേവ് ചെയ്തതെന്ന് അഭി പോലീസിനോട് പറയുന്നു. എന്നാൽ ഇവനാണ് എന്റെ ചേട്ടനെ വണ്ടിയുടെ മുൻപിലേക്ക് തള്ളിയിട്ട് കൊന്നതെന്ന് പറഞ്ഞ് കരയുന്ന രജനിയെ ലോക്കപ്പിൽ തള്ളിയിട്ട് പോലീസുകാര് ഒരുപാട് അവളെ ഉപദ്രവിക്കുകയും വിവസ്ത്രയാക്കി റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സത്യയുടെ മരണവും അവൾക്ക് സംഭവിച്ച ദുരന്തവും അവളെ വല്ലാതെ ബാധിക്കുന്നു. രജനി മനോനില തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. സത്യയില്ലാത്ത നാട്ടിൽ നിൽക്കാനാകാത്ത അവളെ ചെന്നൈയിലേക്ക് താത്തയാണ് പറഞ്ഞുവിടുന്നത്. പിന്നീടൊരിക്കൽ രജനി നാട്ടിലേക്ക് തിരികെ വന്നത് സർജറിയൊക്കെ കഴിഞ്ഞ് അതീവ സുന്ദരിയായിട്ടായിരുന്നു. ചെന്നൈയിലെത്തിയ രജനി ട്രീറ്റ്മെന്റിന് വിധേയായി പൂർണ്ണമായി ഒരു പെണ്ണായി മാറിയിരുന്നു.
ഇതിനിടയിൽ ചെന്നൈയിൽ വെച്ച് തന്റെ ജീവിതം താറുമാറാക്കിയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന അഭിയെയും ഗൗരിയെയും രജനി കണ്ടതായി അവൾ താത്തയോട് പറയുന്നു. ശേഷം പ്രസന്റാണ് വീണ്ടും കാണിക്കുന്നത്. രജനീകാന്തിന്റെ പടം റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു തിയേറ്ററിന് മുന്നിൽ എല്ലാവരോടുമൊപ്പം സന്തോഷത്തോടെ ആടിത്തിമിർക്കുന്ന രജനിയെ നവീൻ കാണും. തന്നെ നോക്കി നിൽക്കുന്ന നവീനിനെ രജനിയും കാണുന്നു. അതോടെ അവൾ വേഗം ഓടി താത്തയുടെ മുറിയിലേക്ക് വരും. എന്നാൽ താത്തയുടെ മുറിയിൽ പോലീസ് നിൽക്കുന്നത് കണ്ട് കെണി മനസ്സിലാകുന്ന രജനി അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. പുറകെ നവീനും. അപ്പോഴേക്കും അവിടേക്ക് എത്തുന്ന പോലീസുകാരുമായും രജനി ഫൈറ്റ് ചെയ്യുന്നു. തിയേറ്ററിൽ നിന്ന് ഓടിയെത്തുന്ന രജനി ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിനടുത്തേക്കാണ് വരുന്നത്. അതിലൊരു കെട്ടിടത്തിൽ കെട്ടിയിട്ട നിലയിൽ ഗൗരിയെ നവീൻ ജനലിലൂടെ കാണുന്നു. ഗൗരി നവീനെ നോക്കുമ്പോഴേക്കും രജനി വന്ന് നവീനെ അടിച്ച് ബോധം കെടുത്തുന്നു. ശേഷം രജനി വലിയൊരു കുഴി കുഴിക്കുമ്പോഴേക്കും ഇൻസ്പെക്ടറും കൂട്ടരും അവിടേക്കെത്തും. പോലീസുകാരെ ഓരോരുത്തരെയായി രജനി വകവരുത്തുന്നു. ഇൻസ്പെക്ടറെയും കീഴ്പ്പെടുത്താൻ അവൾക്കധികം സമയം വേണ്ടി വരുന്നില്ല. ശേഷം ഗൗരിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന കുഴിയുടെ അടുത്തേക്കിടുന്നു. അപ്പോഴാണ് ബോധം കെട്ട് അവിടെ കിടന്ന നവീൻ അവിടെയില്ലെന്ന് രജനി കാണുന്നത്. പെട്ടെന്ന് പിന്നിലൂടെ വന്ന് നവീൻ രജനിയെ അടിച്ചു വീഴ്ത്തും. വീണ്ടും അവളെ അടിക്കാനായുമ്പോഴേക്കും അവിടേക്ക് വരുന്ന ഗൗരി നവീനെ തടയുന്നു. ശേഷം രജനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന രജനിയെയാണ്. രജനിക്ക് ഒരു പോലീസുകാരി രജനീകാന്തിന്റെ ഒരു ഫോട്ടോ കൊണ്ടു കൊടുക്കുന്നു. രജനിക്ക് സത്യം നഷ്ടമായപ്പോൾ ഗൗരിക്കും നവീനും അഭിയും നഷ്ടമായി. അങ്ങനെ നഷ്ടത്തിന്റെ അളവുകോലിൽ രണ്ടു കൂട്ടരും തുല്യരായതുകൊണ്ട് തന്നെ അവർ പരസ്പരം ക്ഷമിക്കുന്നതായാണ് കാണിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു രാത്രിയിൽ വെള്ളമടിച്ച് റോഡിലൂടെ നടന്നു വരുന്ന രജനിയെ ഉപദ്രവിച്ച പോലീസുകാരനെ കൊല്ലുന്ന രജനിയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.